നിനക്ക് വായിൽ വെച്ചു തരാൻ ഒന്നും കിട്ടിയില്ല. സങ്കടം സഹിക്കാൻ വയ്യ. കൺമുന്നിൽ കണ്ണടക്കുന്നത് കണ്ടു നിൽക്കലല്ലാതെ വഴികളില്ലായിരുന്നു. പറയുന്നത് ഫലസ്തീനിൽ ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ട ബാലിക റസാൻ അബു സാഹിറിന്റെ മാതാവാണ്. മെലിഞ്ഞൊട്ടി എല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന റസാൻ എന്ന ബാലിക പോഷണക്കുറവ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയ ഫലസ്തീനിലെ അനേകം പിഞ്ചുമക്കളിൽ ഒരുവൾ മാത്രം. വെറും 4 മാസമാണ് റസാന്റെ പ്രായം. ഇന്നലെ 35 ദിവസം മാത്രം പ്രായമുള്ളൊരു മറ്റൊരു കുഞ്ഞും ഗസ സിറ്റിയിൽ മരണപ്പെട്ടു. പട്ടിണി മൂലം മുലപ്പാൽ വറ്റിയ മാതാവിന്റെ കയ്യിൽ കിടന്നാണ് ആ കുഞ്ഞ് അന്ത്യശ്വാസം വലിച്ചത്. വിശന്ന് പൊരിഞ്ഞ് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന തന്റെ മകൾക്ക് മുലപ്പാൽ പോലും നൽകാനാവാത്തൊരു മാതാവിന്റെ നിസ്സഹായാവസ്ഥ എത്രമേൽ ഭീകരമായിരിക്കും. ഹൃദയം തകർന്ന കാഴ്ച കണ്ടു നിൽക്കേണ്ടി വരുന്ന പിതാവ് അനുഭവിക്കേണ്ട ആത്മസംഘർഷങ്ങൾ എന്തൊക്കെയായിരിക്കും? മരിക്കാൻ വേണ്ടി മാത്രം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, തകർന്നു വീഴുന്ന സ്വന്തം സ്വപ്ന ഭവനങ്ങൾ, മുറിവേറ്റ് പിടയുന്ന എല്ലാമായ കൂടപ്പിറപ്പുകൾ, ദിവസങ്ങളായി അന്നം കണ്ടിട്ടില്ലാത്ത കാലിവയറുകൾ. ഫലസ്തീനിലെ അവസ്ഥ മാനവരാശിയെ പിടിച്ചുലക്കേണ്ടതാണ്. നിരന്തരം ആട്ടിയോടിച്ചും അന്നം മുടക്കിയും അവശ്യ മെഡിക്കൽ സേവനം പോലും നിഷേധിച്ചുമായിരുന്നു ഇസ്രായേൽ ഭീകരത ഫലസ്തീനിലെ മക്കൾക്ക് മരണമൊരുക്കിയത്. സമീപകാലത്തായി ഗസയിൽ മാത്രം പോഷണക്കുറവ് മൂലം 66 കുഞ്ഞുങ്ങൾ മരിച്ചു വീണതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഗസയിലുടനീളം കുരുന്നു മക്കൾക്കുള്ള പോഷകാഹാരങ്ങൾക്ക് പോലും കടുത്ത നിയന്ത്രണമാണ് ഇസ്രായേൽ തുടരുന്നത്. പ്രായം തികയാതെ പ്രസവിച്ച് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന 580ഓളം കുരുന്നുകൾ ഗസ ആശുപത്രികളിൽ കഴിയുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. ഇന്നലെ പോഷകാഹാരക്കുറവ് മൂലം മരിച്ച യഹ്യ ഫാദി അൽ നജ്ജാർ എന്ന കുഞ്ഞിന്റെ മൃതദേഹം കയ്യിലെടുത്ത് വിലപിക്കുന്ന മാതാവിന്റെ ചിത്രം മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്നതാണ്. ജൂൺ മാസത്തിൽ ശരാശരി 112 കുട്ടികൾ എന്ന തോതിൽ ഓരോ ദിവസവും ആശുപത്രികളിൽ എത്തുന്നുണ്ടെന്നാണ് UN റിപ്പോർട്ട്. കണക്കുകൾക്കൊപ്പം പട്ടിണിയിൽ വലയുന്ന കുരുന്നുകളുടെ ചിത്രവും ലോകം കൺതുറന്നു കാണുന്നുണ്ടെങ്കിലും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകാൻ കാണിക്കുന്ന തിടുക്കം ഭക്ഷണം എത്തിക്കുന്നതിലോ ഉപരോധം അവസാനിപ്പിക്കുന്നതിലോ ലോകം കാട്ടുന്നില്ല. ഇസ്രായേൽ തുറന്ന സഹായ കേന്ദ്രങ്ങളാണ് സമീപ നാളുകളിൽ ഏറ്റവും കൂടുതൽ പേർക്ക് മരണമൊരുക്കുന്നത്. US സഹായത്തോടെ ഇസ്രായേൽ സൈനിക നിരീക്ഷണത്തിൽ ഭക്ഷണ വിതരണം നടത്തുന്ന ഈ കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് നേരെ വെടിവെപ്പിൽ ദിവസവും നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത്. ഞായറാഴ്ച മാത്രം സ്ഥിരീകരിച്ചത് 100ഓളം മരണങ്ങളാണ്. മനസ്സാക്ഷി മരവിച്ചിട്ടില്ലെങ്കിൽ, മനുഷ്യത്വം അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, മനസ്സുകൊണ്ടെങ്കിലും ഫലസ്തീനൊപ്പം നിൽക്കേണ്ട സമയം എന്നോ അതിക്രമിച്ചിരിക്കുന്നു.